അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ മലേഷ്യ വ്ളോഗ്. ഇത് ലാസ്റ്റ് ഡേ ആണ്. സോ നമ്മൾക്ക് ആദ്യം തന്നെ അവർ ഷോപ്പിങ്ങിനാണ് കൊണ്ടുപോയത്. കാലത്ത് തന്നെ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഒരു 11 o'clock ആയിട്ട് കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ കയറി നമ്മൾ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, കുറേ ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പിങ്ങിന്. ഇവിടെ ഒരു പാൻഡ ഐസ് എന്ന് പറഞ്ഞ സ്റ്റോറിലാണ് നമ്മൾ കയറിയത്. ഇതായിരുന്നു എൻ്റെ ഫുൾ ടൈം അവസ്ഥ കേട്ടോ, പനി ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ടൊരു മോളിൽ കയറി അവിടെയൊക്കെ ഒന്ന് കറങ്ങി അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. നമുക്ക് വേണമെങ്കിൽ ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് ഷോപ്പിംഗ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് വട്ടം കറങ്ങി കഴിഞ്ഞ് അവിടെ ഒരു മോസ്ക് ഉണ്ടായിരുന്നു, അവിടേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ അവിടുത്തെ എന്ന് വെച്ചാൽ ഉള്ളിൽ കയറണമെങ്കിൽ പെണ്ണുങ്ങൾ റോബ് ഇടണം, ചെറിയ കുട്ടികൾക്കില്ല, പെണ്ണുങ്ങൾക്ക് മാത്രം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് വന്നു. റോബ് തിരിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ കുറച്ച് നേരം ടൈം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ തിരിച്ച് വന്നിട്ട് റോബ് അവിടെ കൊടുക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോ സ്റ്റോപ്സ് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. മോസ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങനെ 2-3 ഫോട്ടോ സ്റ്റോപ്പിൽ പോയി നമ്മൾ ഫോട്ടോസ് എടുത്തു. ഇതെന്തോ പാർലമെൻറ്റോ എന്തോ ആണ് അവിടുത്തെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്കാണ് കേട്ടോ അവർ ഡ്രോപ്പ് ചെയ്ത്. ഇവിടുത്തെ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ഒന്നും അല്ല കേട്ടോ. ഒരു മോളിൻ്റെ ഉള്ളിലാണ് പിന്നെ എയർപോർട്ടിലേക്ക് കിടക്കുന്നത്, മോളിൻ്റെ ഉള്ളിൽ നിന്ന് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങളുടെ കൂടെയുള്ളവർ ഫസ്റ്റ് അവർ നേരത്തെ ആയിരുന്നു ഫ്ലൈറ്റ്, അവർ കൊച്ചിയിലേക്കായിരുന്നു, ഞങ്ങൾ കോഴിക്കോട്ടേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടാണ് ഞങ്ങൾ പിന്നെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോയത്. അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ മോളുടെ ടിക്കറ്റ് സ്കാൻ ചെയ്തപ്പോൾ കാണാണ്ടായതൊക്കെ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചു. അതൊക്കെ സോർട്ട് ഔട്ട് ആയിട്ടോ ആക്ച്വലി ഉണ്ടായിരുന്നു ടിക്കറ്റ്, കുഴപ്പമുണ്ടായില്ല. അതൊക്കെ സോർട്ട് ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി കുറേ മെമ്മറീസും കുറേ ഹാപ്പി മെമ്മറീസും കൊണ്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ട് നല്ല പരിചയമാവുകയും ചെയ്തു. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിട്ടോ. എനിക്കെന്തായാലും അവരൊക്കെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നല്ലൊരു ട്രിപ്പായിരുന്നു, എക്സെപ്റ്റ് മോളെ കുറേ നേരം എടുത്ത് നടന്നപ്പോൾ എനിക്ക് ഇച്ചിരി മേൽവേദനയൊക്കെ വന്നു. ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഐ ഫീൽ ലൈക്ക് മെമ്മറീസ് are forever, right? So I feel like it is worth it.